ആക്ച്വലി എന്താ നിന്റെ പ്രശ്നം? സാറേ എൻ്റെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു, അത് കാണാതെ പോയി. എൻ്റെ ഒരു വണ്ടി ഉണ്ട് സാർ, ഒരു 10,000 തരികയാണെങ്കിൽ സാർ അതെടുത്തോ. 10,000? ആ. ഇതിനോ? ആ, ഇതിന്. ആഹാ, ആ കൊള്ളാലോ സംഗതി. എടാ ഇതിനെ ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടോ? കോപ്പി ഉണ്ടല്ലോ. നീ ഇത് ഓടിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്, ലാസ്റ്റ് റേറ്റ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 5,000 രൂപ. സമ്മതിച്ചോ? ഓക്കെ, സാറിന് ഇഷ്ടം. 5,000. ഉറപ്പിച്ചു? ആ, ഉറപ്പിച്ചു. കച്ചവടം റെഡി. ഇത് നേരെ വിട്ടോ? ആ, നേരല്ല. ഹലോ സാമേ, എന്തായി? എന്തെങ്കിലും പ്രോഗ്രസ്? ഇല്ലടാ, ഒന്നും ആയില്ല. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കണ്ടല്ലേ. പിന്നെ നീ വരുന്നുണ്ടോ വൈറ്റിലേക്ക്? ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും ശരിയായിട്ടില്ല. ഞാനിവിടെ മമ്മിയുടെ ഓഫീസിലെത്തി. ഞാനിപ്പോൾ വൈറ്റിലേക്ക് വരുന്നുണ്ട്. നീ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ എത്തും. പൈസയുടെ കാര്യമൊന്നും റെഡി ആയില്ലെങ്കിലേ ഞാൻ ആ വൈറ്റിലെ പുതിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പൈസ അടിക്കാനാ പ്ലാൻ. നീ പൈസ റെഡി ആയില്ലെങ്കിൽ വിളിക്കേ. നീ ഇത് എന്ത് ഭാവിച്ച സാം? ആവശ്യത്തിലധികം പ്രശ്നം ഉണ്ടാക്കി തലയിൽ വെച്ചിട്ടില്ലേ? ഓ, കൈമൾ സാറാണല്ലോ. ആ, ഹലോ, പറഞ്ഞു സാറേ. എപ്പോ? ആ, ശരി സാറേ, താങ്ക്സ് സാറേ. അറിയിച്ചതിന് ഒത്തിരി നന്ദി സാറേ. ഞാൻ സാറിനെ ഒന്ന് കണ്ടോളാം. ശരി സാർ. ഓക്കെ സാർ, താങ്ക്സ്. ഏയ് അംബുജാഷ, ഒന്നിങ്ങൊന്നേ. എന്താണാവോ? എന്താ സാറേ? അതെ, ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ട്. അശോ, അത് ഞാൻ ഏറ്റു സാറേ. സാർ ധൈര്യമായിട്ട് ഒളിപ്പിക്കണ അത് ഞാൻ ഏറ്റുന്നേ. എന്നാ ഞാനും കൂടെ ചെല്ലട്ടെ. എന്നാ വേഗം ചെല്ലേ. സാം, നീ അവിവേകമൊന്നും കാണിക്കരുത്. നീ എന്തെങ്കിലും റെഡി ആയാലും വിളിക്കേ, അല്ലെങ്കിൽ ഇവന്റെ ഒരു കാര്യം. ആ, ഓക്കെ വിനോദേ, താങ്ക്സ് ഡാ. ഞാൻ വിളിച്ചോളാം. അല്ല, ക്ലാരമോളും മമ്മയും കൊണ്ടല്ലേ പോകുള്ളൂ? ഇല്ലെങ്കിലേ ഞാൻ പോവാ. എന്നാ കുറച്ച് താമസിക്കും. അല്ല, ഞാൻ പോവാ. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. സാം, എവിടെ എത്തി? ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് വാ. എന്താ ചെയ്യാ മോളെ? എന്തെങ്കിലും മാർഗമുണ്ടോ മമ്മി? ഇത്രയും പൈസ അമ്മ എവിടെ നിന്ന് അറേഞ്ച് ചെയ്യാനാ? മോള് തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് അവരൊന്ന് സമാധാനിപ്പിക്കേ. ഇപ്പൊ തന്നെ 3:30 4 മണിക്കുള്ളിൽ പൈസ കൊടുക്കണം. എന്തെങ്കിലും ചെയ്യും മമ്മി. ഇപ്പൊ എന്താണെങ്കിൽ ഇത്രയ്ക്കും പൈസ നടക്കില്ല മോളെ. മോളെ, നാളത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും 20,000 രൂപ റെഡിയാക്കാം. അല്ല മമ്മി, ഇപ്പൊ തന്നെ 3:30 കഴിഞ്ഞു സമയം. 4 മണിക്ക് ഓപ്പറേഷൻ വെച്ചിരിക്കുന്നേ. അതിനു മുമ്പ് പൈസ എങ്ങനെയാലും എത്തിക്കണം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മമ്മി? തൽക്കാലം നീ അവരെ പോയിട്ടൊന്ന് സമാധാനിപ്പിക്കേ. പോ.
നിർത്തണ വണ്ടി. ഇവനോട് 2 പറഞ്ഞിട്ടേ ഉള്ളൂ. എവിടെ നോക്കിയാണ് നീ നടക്കുന്നത്? നിന്റെ മുഖത്ത് കണ്ടില്ലേ? ഇപ്പൊ നീ കാഞ്ഞു പോയേനെ. അവൻ്റെ ഒരു നോട്ടം. അവനല്ലേ? അയ്യോ അയ്യോ എൻ്റെ പൊന്നുമോനെ, നീ എന്നെ കൊല്ലല്ലേടാ. നിന്നെ ഞാൻ തപ്പി 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 നടക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാ നമ്മളെ കണ്ടുമുട്ടിയത്. എന്നെ കൊല്ലൂലെങ്കിലേ ഞാനൊരു സത്യം പറയട്ടെ. ഇല്ല, പറ. കൊല്ലത്തില്ലല്ലോ. ഇല്ല. ഇതിൽ നിന്ന് ഞാനൊരു 7000 രൂപ എടുത്തിട്ടുണ്ട്. അത് വെച്ച് 5000-ന് ഈ വണ്ടി ഇപ്പം മുകളിലോട്ട് പോയോ? 5000 രൂപ കൊടുത്ത് മേടിച്ച വണ്ടിയാ. പിന്നെ ഈ കുറച്ച് ഡ്രസ്സൊക്കെ, ദേ ഈ മഞ്ഞ ടീഷർട്ട്, ബെർമൂഡ. കൊള്ളാവോ? എന്താ ഊരണോ? പറ്റിപ്പോയടാ. ഇത് ക്ലാരയുടെ വണ്ടിയാണല്ലോ. ഏത് ക്ലൂരയുടെ? അല്ലല്ല, ഞാൻ 5000 ആ ചെക്കൻ എണ്ണി കൊടുത്ത് മേടിച്ചതാ. അപ്പം കണക്കൊക്കെ മുതലാളി ഏൽപ്പിച്ചു. ഇനി എനിക്ക് പോകാമല്ലോ. ആ വണ്ടി അവിടെ വെച്ചിട്ട് നോക്കൂ. ആയിക്കോട്ടെ. എന്റെ സഞ്ചി അതിൻ്റെ അകത്തുണ്ട്. ഒന്ന് തരാവോ? ഞാൻ പോയേക്കാം. ഇത് തന്നെ. 7000 ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി മൊത്തം ഉണ്ട്. എന്നാ പിന്നെ എന്തെല്ലാം പ്ലാനുകളായിരുന്നു. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ എല്ലാം തകർന്ന്. നമുക്ക് ഈ തട്ടിപ്പറിച്ചെടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അവനെ കണ്ടില്ലടാ വൈശാഖെ. നീ അവനെ ഒന്ന് വിളിച്ച്. ബോസ്, ഇപ്പൊ വിളിക്കാം. ബോസേ, ദേ സാമെത്തി. കൊള്ളാം, ഗുഡ് ബോയ്. എനിക്കിഷ്ടപ്പെട്ടു. വൈശാഖെ, ഇവൻ മെടുക്കനാ കേട്ടോ. സാമിന്റെ ക്യാഷ് എടുത്തല്ലോ. എടുത്തു ബോസ്. അത് പിന്നെ നല്ല പിള്ളേരല്ലെങ്കിൽ ബോസിന് പരിചയപ്പെടുത്താൻ പറ്റൂ. എന്റെ അളിയാ, നീ എന്നെ തീ തീറ്റിച്ചല്ലോ. എന്തായാലും സംഗതി ഓക്കെയല്ലോ. ബാക്കിയൊക്കെ വൈകിട്ട് പറയാം. വൈശാഖെ, വണ്ടി എടുക്കും. പോ ബോസ്. സാമോനെ, ഞാൻ വിളിക്കാം കേട്ടോ. ബോസ്, എൻ്റെ അളിയ, ഞാനിനി പരിപാടിക്കില്ല കേട്ടോ. നീ സൗകര്യം പോലെ ബോസിനോടൊന്ന് പറഞ്ഞേക്ക്. ഞാനിന്ന് നിന്നോട് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു. എന്തായാലേ വൈകിട്ട് കാണാം. ഞാൻ പോട്ടെ. ക്ലാര. സാം, നീ ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ എന്തോരം വിഷമിച്ചു എന്നറിയോ? ഇപ്പൊ പേടി പോയില്ലേ? പേടിക്കണ്ട കേട്ടോ. ഞാൻ കൊറേ ടെൻഷൻ അടിച്ചു. ശരിക്കും പേടിച്ചു പോയി. ഇവളിവിടെ കിട്ടി? അതൊക്കെ കിട്ടി. അതിന്റെ കഥ പിന്നെ പറയാം. നീ ആദ്യം വണ്ടി കയറി. അപ്പൊ പൈസ കൊടുക്കണ്ടേ? അതൊക്കെ കൊടുത്തു. എന്റെ കൊച്ചാദ്യം വണ്ടി കയറി. അല്ല, എന്താ ഈ ബാഗില്? ലഞ്ചാണോ? തുറന്നു നോക്ക്. ഇതെങ്ങനെ ഇത്രയും ക്യാഷ് സംഘടിപ്പിച്ചു?
എനിക്ക് എന്റെ ചെറുക്കന്റെ ജീവനല്ലേ വലുത്. ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു എന്നാലോചിച്ചാ എനിക്ക് എന്റെ തല കറങ്ങും. ഏയ് അംബുജാക്ഷ ഒന്നിങ്ങി വന്നേ. എന്താണാവോ? എന്താ സാറേ? ചെറുതായിട്ടൊന്ന് പണി പണിയിട്ടുണ്ട്. നമ്മുടെ കൈമൾ സാർ വിളിച്ചിരുന്നു. എന്താ സാറേ? വിജിലൻസ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അതിന് ഞമ്മക്ക് എന്താണ്? എടോ അതല്ലടോ, ഏതോ തെണ്ടി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നിവിടെ നടക്കുന്ന രജിസ്ട്രേഷനിൽ കൈക്കൂലി ഉണ്ടെന്ന്. അതവിടുന്ന് മാറ്റിക്കോ. എവിടെ സാറേ ബാഗ് വെച്ചേക്കണത്? എന്റെ മേശരടിയിൽ ഇരിക്കുന്നുണ്ട്. എല്ലാം കൂടെ ആ മണകുണാച്ചമാരുടെ അണ്ണാക്കിലേക്ക് തള്ളാണ്ട് എവിടേക്കെങ്കിലും ഒന്ന് മാറ്റി വെക്കി. ഞാൻ ഏറ്റി, സാറ് വിഷമിക്കണ്ട. ചെല്ലേ. ഇത് പോയില്ലേ? ആരുമില്ല, നന്നായി. അല്ല, ക്ലാരമോള് മമ്മയെ കൊണ്ടല്ലേ പോകുള്ളൂ? ഇല്ലെങ്കിലേ ഞാൻ പോവാ. എന്നാ കുറച്ച് താമസിക്കും. അല്ല, ഞാൻ പോവാ. ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇരിക്കും. എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. എനിക്കും. എന്താ എൻ്റെ കൊച്ചിന് വേണ്ടത്? അച്ചായ പറഞ്ഞു. മോനെ സാമേ, നമ്മള് കേസ് ജയിച്ചടാ. ആണോ അച്ചായ? താങ്ക് ഗോഡ്. അച്ചായനിപ്പോ എവിടെയാ? ഞാൻ കോടതി നിന്ന് ഇറങ്ങിടാ. നിന്റെയും ക്ലാരയുടെയും കല്യാണം ഞാൻ നടത്തി തരടാ. എല്ലാം നമുക്ക് സെറ്റാക്കാന്ന്. നീ നേരെ പെട്ടെന്ന് റൂമിലേക്ക് വാ, ഞാനും പെട്ടെന്ന് വരാം. ഓക്കെ? ശരി അച്ചായ. ആ ശരി, ഓക്കെ. ആൻഡ്രൂസ് അച്ചാനെ വിളിച്ചത്. എന്താ ഇത്ര സന്തോഷം? കേസ് ജയിച്ചോ? ജയിച്ചു. പുള്ളി നമ്മുടെ കല്യാണം നടത്തി തരാന്ന്. ശരിക്കും? ശരിക്കും. കഴിച്ചിട്ട് തരാം, നമുക്ക് അങ്ങോട്ട് പോവാം. മഴയുള്ള മുതലാളി, അപ്പൊ ഹാപ്പി ആയില്ലേ? വണ്ടി ഞാൻ നാളെ വീട്ടിൽ കൊണ്ടിട്ടോ. അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, എന്നാ ശരി കേട്ടോ. സുരേഷ് ഏട്ടാ, അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ് ഏട്ടാ. താങ്ക്സ് അല്ല, നീ അടവച്ചേ. ഇപ്പൊ ചെമ്പട് ചെമ്പട് ചെമ്പ് ഞാൻ പോളിഷ് ചെയ്തിട്ട് അയക്കാം. ഇപ്പൊ പോമോനെ ദിനേശ. വാട പിള്ളാരെ. എടോ വേണ്ട, പോലീസ് കേസ് കോടതി അതിനും സമയമില്ല കളിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചക്ക് ബിരിയാണി കഴിക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു പൈസ കിട്ടൂലെന്ന്. വൈകുന്നേരം ഒരു ക്വാർട്ടർ മേടിച്ച് ഗവൺമെൻറ്റിനെ സഹായിക്കാമെന്ന് വിചാരിച്ചാന്ന്. നടക്കൂല. ഫുള്ളന്മാരോട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. വെറുതെ സമയം പോയി. ആരാ ഇത് വിളിക്കുന്നത്? ആ പറയടാ. ഡയറക്ടർ സുകേഷ് അല്ലേ? ഒരു പടം ചെയ്യാൻ ഡേറ്റ് ഉണ്ടാവും താങ്കൾക്ക്? ശവത്ത് കുത്തലടാ. അതല്ല മാഷേ, നമ്മുടെ ആൻഡ്രൂസ് അച്ഛൻ്റെ കേസ് ജയിച്ചു. പുള്ളി നിങ്ങളെ വിളിച്ചായിരുന്നു, കിട്ടിയില്ല അത്ര. അപ്പൊ എങ്ങനെയാ, റൂമിലേക്ക് വരല്ലേ? പൊളിക്കല്ലേ നമുക്ക്?